ഹായ് ഓൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ കരിയറിൽ 2 ചോയ്സസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിലാണെങ്കിൽ പ്ലാൻ എ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്, പ്ലാൻ ബി നിങ്ങളുടെ സെക്കൻഡ് ചോയ്സ് ആൻഡ് അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് കൂടി നമുക്ക് ഈ റീഡിൽ നോക്കാം. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്, result, second choice, result. സോ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സുമാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. അതാണ് നമ്മൾ ഈ ബേർഡിനെ കാണുന്നത് നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ നോളജിനെയാണ്, നിങ്ങളുടെ സ്കില്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ കാർഡ് കണ്ടാലറിയാം നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സിൽ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ നല്ല പാഷനേറ്റായിട്ടും, അതായത് നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന റിസോഴ്സസ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സിൽ കാണുന്നത്. നിങ്ങൾ ആ ചോയ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചോയ്സിൽ നിന്നും കിട്ടുന്ന, ആ ഓപ്ഷനിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് 9 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ അതിൽ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെ ആയാലും നിങ്ങളതിൽ സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഉള്ളതിൽ നിങ്ങൾ സന്തോഷമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ പാഷൻ കൂടിയാണ് അത്. അതുകൊണ്ടാണ് നിങ്ങൾ അതിൽ സന്തോഷമായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ സെക്കൻഡ് ചോയ്സ് വന്നിരിക്കുന്നത് ദ മജീഷ്യനാണ്. ഈ കാർഡ് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ സെക്കൻഡ് ചോയ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരും അതിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന റിസോഴ്സസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇതും നിങ്ങളുടെ ഒരു പാഷനായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് ചോയ്സിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ചോയ്സിനേക്കാളും സെക്കൻഡ് ചോയ്സിൽ നിങ്ങൾക്ക് റിസോഴ്സസ് കണ്ടുപിടിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഫസ്റ്റ് ചോയ്സിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാ റിസോഴ്സസും ഉണ്ട്. സെക്കൻഡ് ചോയ്സിൽ നിങ്ങൾക്ക് ആ റിസോഴ്സസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ആൻഡ് സെക്കൻഡ് ചോയ്സിൽ നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് അപ്സ് ആൻഡ് ഡൗൺസ് ആയിരിക്കും. നിങ്ങൾക്കതിൽ തോൽവിയും ഉണ്ടാകാം, വിജയവും ഉണ്ടാകാം. അതങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ ഒരേ സമയം 2 കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ കണ്ടാൽ നമുക്കറിയാം നിങ്ങൾക്ക് 2 പാഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ പാഷനായിരിക്കും നിങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് 2 ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സാണോ സെക്കൻഡ് ചോയ്സാണോ വേണ്ടതെന്ന് നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഫസ്റ്റിൽ നിങ്ങൾക്ക് 2നും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതാണ് യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത്. 2നും നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തി ഇട്ടിരിക്കുന്നത് യെല്ലോ കളർ ഡ്രസ്സാണ്, അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്, ഇവിടെയും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പം 2 ചോയ്സസും നല്ലതാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് ചോയ്സസ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സന്തോഷമായിരിക്കും കാണുന്നത്. സെക്കൻഡ് ചോയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും.